ഹായ് ഹലോ നമസ്കാരം. അന്നൂസ് കിച്ചൺ സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് ആഘോഷമൊക്കെ കഴിഞ്ഞ ആ ഒരു റിലാക്സേഷനിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് ഞാനൊരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിയോ? നമ്മൾ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പപ്പടത്തിനെ കൊണ്ട്. അതായത് ഹിന്ദിക്കാർ പപ്പട് എന്ന് പറയും, നമ്മൾ പപ്പടം എന്ന് പറയും. അപ്പൊ പപ്പടത്തിനെ കൊണ്ട് ഒരു അടിപൊളി ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന്റെ പേരാണ് മസാലേദാർ പപ്പട് എന്നാണ് ഇതിന് പൊതുവെ പേര് പറയാ. ഇവിടെ എന്താ പറയാന്ന് കറക്റ്റ് എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് അതിന്റെ പേര് അറിയെങ്കിൽ കമന്റ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പൊ അതെങ്ങനെയാ ഉണ്ടാക്കാന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് പപ്പടം ചുട്ടെടുക്കുക വേണ്ടത്. അതായത് നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്നില്ല, അതുപോലെ ചുട്ടെടുക്കുക വേണ്ടത്. അതിന് നമുക്കൊരു പാനോ അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു മൺചട്ടിയോ എടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഒന്ന് ചട്ടി ഒന്ന് ചൂടാക്കി എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പാനോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പാൻ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇവിടെ ഞാൻ മൺചട്ടി ചൂടാകാൻ വേണ്ടിയിട്ട് ഫ്ലെയിം ആദ്യം ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ചൂടായതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇപ്പോൾ ഏകദേശം ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പപ്പടം എടുത്തിട്ട്, ഞാൻ ഇതേപോലത്തെ ഒരു മസാല പപ്പടമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ട് സൈഡായിട്ട് ഇതൊന്ന് ചുട്ടെടുക്കാം. ഫ്ലെയിം ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഉള്ളത്. ഇതുപോലെയാണ് കേട്ടോ ചുട്ടെടുക്കേണ്ടത്. പപ്പടം ഈ ഒരു പാകത്തിലായ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പപ്പടം സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ ഓയിലെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ നമുക്ക് ക്രിസ്പിനെസ്സോടെ പപ്പടം കിട്ടും. ഇനി ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുക ചെയ്യുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മളിവിടെ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്. അതായത് സെർവിങ് പ്ലേറ്റിൽ പപ്പടം മാറ്റിയതിന് ശേഷം ഒരു ഉള്ളി, മീഡിയം സൈസ് ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഇതേപോലെ കേട്ടോ സ്പ്രെഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഉള്ളി ആഡ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ക്യാപ്സിക്കമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ക്യാപ്സിക്കം ഞാനൊരു ചെറിയ പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് ചെറുങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ക്യാപ്സിക്കം ആഡ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു തക്കാളീൻ്റെ ഹാഫ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ഇതേപോലെ ചെറുങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമത്. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ ഹോമപ്പൊടി ഉണ്ടല്ലോ, നമ്മൾ മിക്സ്ചറിലൊക്കെ ചേർക്കുന്നത്, ആ ഹോമപ്പൊടിയും കൂടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഹോമപ്പൊടി ഒരു കുറച്ച് കയ്യിലെടുത്തിട്ട് അത് ഇതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് 2-3 ഇല വാട്ടിയത്, എണ്ണയിൽ വാട്ടിയത് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് പൊടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കരിവേപ്പിലേൻ്റെ ഇല. അതിൻ്റെ കൂടെ തന്നെ ഒരു പിഞ്ചിൻ്റെ അളവിൽ ഉപ്പും കൂടി ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഒരു പിഞ്ചിൻ്റെ അളവിൽ മതി കേട്ടോ ഉപ്പ്. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം അടുത്തതായി ഞാൻ കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടിയും ഞാൻ ഒരു പിഞ്ചിൻ്റെ അളവിലേ എടുത്തിട്ടുള്ളൂ. അത് ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു പിഞ്ചിൻ്റെ അളവിൽ വീണ്ടും മുളക് പൊടി, നമ്മളെ ചുവന്ന മുളകുണ്ടല്ലോ, കാശ്മീരി ചില്ലി, അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്തത്. അതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഡിഷ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. മസാല പൗഡർ റെഡിയായി കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ടുള്ള മസാല പപ്പടം ആക്കുന്ന ഒരു സ്റ്റൈലാണ് കേട്ടോ ഇത്. ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് മസാല പപ്പടത്തിന്റെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇവിടെ 2 വിധത്തിലാണ് കേട്ടോ മസാലദാർ പപ്പടം ആക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കണ്ടത് ഫസ്റ്റ് ആണ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് സെക്കൻഡ് ആയിട്ട് എങ്ങനെയാ ഞാൻ ഇത് ഉണ്ടാക്കാൻ പോകുന്നതെന്നാണ്. അപ്പൊ അടുത്ത വീഡിയോയിലേക്ക് പോകാം.
അപ്പോൾ അടുത്ത മസാലദാർ പപ്പട് അഥവാ പപ്പടം ആക്കുന്നത് ഈ ഒരു മോഡലിലാണ് കേട്ടോ. അതാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ചട്ടി തന്നെയാണ് എടുത്തിട്ടുള്ള മൺചട്ടിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പപ്പട് ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നേരത്തെ ചുട്ടെടുത്ത പോലെ തന്നെ 2 പപ്പടം ഇവിടെ ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ചെറുങ്ങനെ കട്ട് ചെയ്തതാണ് കേട്ടോ വേണ്ടത് ഉള്ളി. അപ്പോൾ അത് ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ തക്കാളിയും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. തക്കാളി ഞാനിവിടെ ഒരു ചെറിയ തക്കാളി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. വലുത് വേണമെന്നില്ല, ഒരു വലിയ തക്കാളിയാണെങ്കിൽ ഹാഫ് എടുത്താൽ മതി, ചെറുതാണെങ്കിൽ കറക്റ്റായിട്ടുണ്ടാവും. അപ്പോൾ തക്കാളിയും ചെറുങ്ങനെ കട്ട് ചെയ്തത് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ചെറിയ പീസ് ക്യാപ്സിക്കവും ചെറുങ്ങനെ കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഒരു ഫുൾ ക്യാപ്സിക്കോ അല്ലെങ്കിൽ ഒരു ഹാഫ് ക്യാപ്സിക്കോ ഇല്ല, അതിലും ചെറിയൊരു പീസ് മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. ക്യാപ്സിക്കം ആഡ് ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇനി നേരത്തെ നമ്മളെടുത്ത അതേ ഹോമപ്പൊടി തന്നെയാണ് ഇവിടെ എടുക്കുന്നത്. ഞാൻ ഒരു കൈപ്പിടീൻ്റെ അളവിൽ ഹോമപ്പൊടി എടുത്തിട്ടുണ്ട്, അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ആഡ് ചെയ്തതിന് ശേഷം ഒരു ഹാഫ് പുളിനാരങ്ങേൻ്റെ നീര് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. കുരു മാറ്റിയിട്ടാട്ടോ, നീര് മാത്രമേ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് മസാലാസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മസാലാസ് എന്ന് പറയുമ്പോൾ 1/4 ടീസ്പൂണിൻ്റെ അളവിൽ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണിൻ്റെ അളവിലാട്ടോ മുളക് പൊടി എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂണിൻ്റെ അളവിൽ കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. അതിനോടൊപ്പം തന്നെ 1/4 ടീസ്പൂണിൻ്റെ അല്ലെങ്കിൽ നമ്മളെ പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ചുട്ട് വെച്ച പപ്പടം പൊടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഇതുപോലെ പപ്പടം പൊടിച്ച് ആഡ് ചെയ്തതിന് ശേഷം ഇനി നമുക്കൊരു സ്പൂൺ എടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതൊരു നല്ല ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് ഏകദേശം. ഇനി ഈ സെറ്റാക്കിയ ടൈമിൽ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കാര്യമായ ഒരു ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിഞ്ചിൻ്റെ അളവിൽ ചാറ്റ് മസാല ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഓപ്ഷനാണ്, വേണ്ടെങ്കിൽ ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യുക കേട്ടോ. ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ മസാല പപ്പടം അതായത് രണ്ടാമത്തെ വിധത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായത്? ഈ റെസിപ്പിയാണോ അതോ ഫസ്റ്റ് ആക്കിയ റെസിപ്പിയാണോ? കമൻറ്റിൽ പറയാൻ മറന്നു പോവല്ലേ. അപ്പൊ ഇത് മസാല പപ്പടത്തിന്റെ ഈസി ആയ ഒരു റെസിപ്പിയാണ്. രണ്ടും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ 2 മോഡലും നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ളതാണെന്ന് പറയണേ. വീഡിയോയിൽ കമന്റ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു എന്റെ വീഡിയോ എന്ന് കമന്റിൽ പറയാൻ മറന്നു പോകരുത്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണുക. അപ്പൊ വീണ്ടും ഒരു നല്ല റെസിപ്പി ആയിട്ട് ഉടനെ തന്നെ കാണുന്നവരെ ബൈ ബൈ.